ഹായ് എവറിവൺ. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിന് കോൾ സൈഡ് ആണെങ്കിലും പുട്ട് സൈഡ് ആണെങ്കിലും ഒരേപോലെയുള്ള ബിൽഡപ്പ് ആണ് നടന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിൽഡപ്പ് നടത്തിയിരിക്കുന്നത് 25,000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ആണ്. ഇപ്പോൾ കറന്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ATM സ്ട്രൈക്ക് പ്രൈസിനോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ് 25,000. സോ 25,000ന്റെ മുകളിലേക്കും താഴേക്കും നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ബിൽഡപ്പുകൾ ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. കോൾ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി ഹയസ്റ്റ് ബിൽഡപ്പ് വന്നിരിക്കുന്നത് 25,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 25,100ഉം, അതേപോലെ തന്നെ പുട്ട് സൈഡ് ആണെന്നുണ്ടെങ്കിൽ 24,800ഉമാണ്. ഓക്കെ, സോ സൂചിപ്പിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ബെയറിഷ് സെന്റിമെന്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഓൾറെഡി മാർക്കറ്റ് തന്നു കഴിഞ്ഞു അല്ലെ. മാർക്കറ്റ് ഓപ്പണിംഗിൽ തന്നെ ഒരു ചെറിയൊരു ബെയറിഷ് മൂവ്മെന്റ് വന്നു. സോ ഇപ്പോൾ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യണം. അപ്പൊ ഈ കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 24,950 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ആയിരിക്കും ഇനീഷ്യലി നമുക്കൊരു സപ്പോർട്ട് തരാൻ സാധ്യതയുള്ളത്. കാരണം ടെക്നിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഔട്ട് നടത്തി റീടെസ്റ്റിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ടും സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 24,800 ആണ്. സോ മാർക്കറ്റ് ഒരു ദിവസം ഒരു 200 പോയിന്റ്സ് ഒക്കെ ആവറേജ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ വരെയൊക്കെ വരാൻ സാധ്യതയുള്ളൂ. എഗെയിൻ ഒരു അഗ്രസീവ് മൂവ്മെന്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,700 വരെയൊക്കെ മാർക്കറ്റ് വന്നേക്കും. ഓക്കെ, അതേപോലെ തന്നെ ബുള്ളിഷ് സൈഡിലേക്ക് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു വി ഷേപ്പ് റിക്കവറി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ബുള്ളിഷ് സൈഡിലേക്ക് പോകുള്ളൂ. അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ 250 അല്ലെങ്കിൽ 200 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് പുഷ് ചെയ്യുക. സോ നമ്മൾ മാർക്കറ്റിൽ ഒരു ട്രേഡ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ നോക്കുന്ന സമയത്ത് ഓയിൽ ചേഞ്ചസും കൂടി ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓയിൽ നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത ഡയറക്ഷൻ അനുസരിച്ച്